ദുബായിൽ പോയിട്ടുണ്ടോ? ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ? അത് മാത്രമല്ല, സെക്കൻഡ് പ്രൈസ് ആയി 1 ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ 4 പേർക്കും, കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തെരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം. ഈ ഓണത്തിന് റോയലിൽ ഓഫറുകളുടെ പൊട്ടിപ്പൂരം. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. അപ്പൊ എങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം, ഒത്തിരി ലാഭിക്കാം, കീശ കാലിയാവാതെ. കോടിക്കണക്കിന് രൂപ രാജ്യത്തേക്ക് അയക്കുന്ന പ്രവാസികൾക്ക് ഇന്ത്യ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി അഭിപ്രായപ്പെട്ടു. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള രാജ്യം ഇന്ത്യയാണെങ്കിലും കോടിക്കണക്കിന് രൂപ രാജ്യത്തേക്ക് അയക്കുന്ന പ്രവാസികൾക്ക് മറ്റ് രാജ്യങ്ങൾ നൽകുന്നതുപോലുള്ള യാതൊരു ആനുകൂല്യങ്ങളും ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്നില്ലെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി പറഞ്ഞു. സംഘടനകൾ ലോകത്തിന്റെ മുമ്പിലുണ്ട്. അത്തരം സംഘടനകൾ ITUC പോലെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങള്, അങ്ങനെയുള്ള നിരവധിയായ സംഘടനകള് ഈ നയങ്ങൾക്കെതിരായി കൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധിക്കുക. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ടി വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെതിരായിക്കൊണ്ടുള്ള കരുത്തുറ്റ ഒരു ശക്തി ഉയർന്നു വരും. ആ രീതിയിലേക്ക് ലോകത്തെ മഹാഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നയങ്ങൾക്കെതിരായിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഉയർന്നു വരുമെന്ന് തന്നെയാണ് നമ്മളെപ്പോലെയുള്ള സംഘടനകൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യം നോക്കൂ, നിങ്ങൾ കുടിയേറ്റ കാര്യത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യാധ്വാനം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രവാസി വരുമാനത്തിന്റെ 14.5% വന്നു ചേരുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഈ ഇന്ത്യയാണ്. ലോകത്തിലെ നോക്കൂ നിങ്ങൾ, 3.54 കോടി ഇന്ത്യക്കാർ പ്രവാസികളാണ്. അതിൽ 1.59 കോടി മനുഷ്യരെ ഇന്ത്യയുടെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോയി വരുന്ന ആളുകളാണ്. അപ്പൊ ആ വരുമാനം എത്രയാണെന്ന് അറിയാം നിങ്ങൾ? ചൈനയും മെക്സിക്കോയും ഫിലിപ്പീനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്ത് ഒരു വർഷം വന്നു ചേരുന്ന പ്രവാസി പണം എത്രയാണെന്ന് അറിയോ നിങ്ങൾ? ഈ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 11,33,000 കോടി രൂപയാണ്. 11,33,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു വർഷം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിന്റെ 35% വരും. അങ്ങനെ ഈ രാജ്യത്തിന്റെ ബഡ്ജറ്റിന് 35% സംഭാവന ചെയ്യുന്ന ജനവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ആ വിഭാഗത്തിന്റെ പേരാണ് പ്രവാസി. എന്താ തിരിച്ചു കിട്ടുന്നത്? എന്താ നമുക്ക് തിരിച്ചു തന്നത്? ഇത്രയും വലിയ സമ്പത്ത് ഈ രാജ്യം, അതിന്റെ 19.5% നമ്മുടേതാക്കണം. കേരളമാണ്. കേരളത്തിലെ അന്നം തേടിപ്പോയിട്ടുള്ള മനുഷ്യന്റെ സംഭാവനയാണ് ഈ 11,33,000 കോടിയില് 19.5%, ഏതാണ്ട് 2,33,000 കോടി രൂപ ഈ രാജ്യത്തിന് പ്രവാസി പണം സമ്മാനിക്കുന്നവര് നമ്മളാണ്. കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ സമ്മേളനവും പ്രതിനിധി സമ്മേളനവും ചെറുതുരുത്തി വള്ളത്തോൾ നഗർ കുടുംബശ്രീ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി മോഹൻദാസ് നഗറിൽ നടന്ന സമ്മേളനത്തിന് രാവിലെ മുതിർന്ന പ്രവാസി അംഗം മുഹമ്മദ് മുല്ല പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. ജില്ലാ പ്രസിഡന്റ് KV അഷ്റഫ് ഹാജി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, CK കൃഷ്ണദാസ്, P സൈദാലിക്കുട്ടി, സുലൈഖ ജമാൽ, NB മോഹനൻ, MK ശശിധരൻ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ I യൂസഫ്, KP അനിൽ, CR സുധാകരൻ, MM അനീഫ തുടങ്ങിയ സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രതിനിധികളും സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.